നമസ്കാരം സുഹൃത്തുക്കളെ, ടിൻസോബ്രോയുടെയും അഗതിയുടെയും പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാറിലെ സുന്ദരമായ ക്ലൗഡ് ഫാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം 3.5 കിലോമീറ്ററോളം നടന്ന് ഇന്നലെ ഞങ്ങളിവിടെ എത്തി. സുഖമായി രാത്രി ടെൻറ്റിൽ കിടന്ന് ഉറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനിയുള്ളത്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ നമ്മുടെ ടെൻറ്റിനകത്ത് നിന്നും ക്ലൗഡ് ഫാമിങ്ങിൻ്റെ ടെൻറ്റിങ് കപ്പാസിറ്റിയിൽ നിന്നും ടെൻറ്റിങ് ഫെസിലിറ്റിയിൽ നിന്നും നമ്മൾ പയ്യെ സൺറൈസ് ട്രക്കിന് നടക്കുകയാണ്. അപ്പോൾ വെങ്കിയല്ലേ, അപ്പോൾ നമ്മുടെ വെങ്കടേഷ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് രാവിലത്തെ വ്യൂ ഒക്കെ. ചെറുതായിട്ട് നന്നായിട്ട് കോട വന്നിട്ടുണ്ട്. മേഘങ്ങളൊക്കെ മൂടി കാരണം സൺറൈസ് അതൊക്കെ അങ്ങ് ക്യാച്ച് ചെയ്തില്ല. 5:05 കാലത്ത് നിന്നിട്ട് രാവിലത്തെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രക്ക് ഇവിടെ അടുത്ത് ചെറിയൊരു മലയുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണം. ബാക്കി ഓൾ സെറ്റ്. അപ്പോൾ മലയുടെ മണ്ടയ്ക്ക് കാണാം. അപ്പം ഇത് ആ കാണുന്നതാണ് മീശപ്പുലിമല. ഏതാ കൊളുക്കുമല എന്ന് പറഞ്ഞേ? അതാ മൂലയ്ക്ക്, അതാണ് കൊളുക്കുമല. ആയി പടയപ്പ പൊളിച്ച് ഒരു 360 ഡിഗ്രി നിങ്ങളെ കാണിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഇവിടെ അഗതിയുണ്ട്. ബൈ ഫാർ കേരളത്തിലെ തന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വ്യൂസാണ് ഇത്. ഈ ക്ലൗഡ് ഫാമിൽ ക്യാമ്പിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയുള്ളൊരു
രാവിലത്തെ സൺറൈസ് ട്രക്ക്. അപ്പോൾ ഞാൻ നിങ്ങളെ മൊത്തം ഒന്ന് കാണിക്കാൻ ചുറ്റും. റെഡി, ഓൾ സെറ്റ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ സൺറൈസ് ട്രക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ചോല ഭട്ടൂര ആൻഡ് ബജ്ജി യെസ്. സോ അതോടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചു തിരിക്കുകയാണ്. എല്ലാ ഫ്രണ്ട്സിനോടും ബൈ പറഞ്ഞു. അപ്പം നമ്മൾ തിരക്കുകയാണ്. സാനിറ്റൈസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചടവട എന്നുള്ള പാക്കിംഗ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, ക്ലൗഡ് ഫാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സ്റ്റേ. അങ്ങനെ ക്ലൗഡ് ഫാമിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ശരി, നമ്മുടെ വെങ്കിയും നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഹായ്. അടുത്ത തടവ് സന്ധിക്കും വരെ വണക്കം. ക്ലൗഡ് ഫാം വണക്കം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വന്നത് നമ്മളിങ്ങനെ ആ വഴി ഇറങ്ങി ഇങ്ങനെ വരുവാണ് ചെയ്തത്. അപ്പോൾ ആ വഴി പോകാതെ ഇന്ന് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള വഴി കൂടെ, ഇതൊരു കുറച്ച് ദൂരം കൂടുതലാണ്. ഇത് മെയിൻ റോഡ് പോലെ. ഇതിലെ കൂടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലൗഡ് ഫാം എന്തപ്പോൾ ഞങ്ങൾ ബൈക്ക് എടുത്തൊക്കെ വന്നത്. അല്ല, ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഈ വഴി നടക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഈ വഴിക്ക് നമ്മൾ പോവാണ്. ഒരു 1/2 കിലോമീറ്റർ കൂടുതലായിരിക്കും അത് മിക്കവാറും. എന്നാലും വഴി കുറച്ചുകൂടെ ഫ്ലാറ്റ് പോലെ ആയിരിക്കുമല്ലോ. തേയിലത്തോട്ടമൊക്കെ നടക്കുന്നത് നമ്മൾ പോവാം. വെയിലായി തുടങ്ങി. വെയിലായപ്പോൾ നല്ല ചൂടായി തുടങ്ങി. മൂന്നാർ ഇത്ര പറയുന്ന പോലെ തണുപ്പൊന്നുമില്ല ഈ സമയത്ത് കേട്ടോ. രാത്രി ഓക്കെ. ബസ് സൈഡിൽ കൂടെ ബസ് കൊച്ചുവളിക്കൂടെ. തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ബസ്. കൊച്ചുവളിക്കൂടെ ബസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കരടി ഇങ്ങോട്ട്. ക്യാബേജ് കൃഷി, വിളവെടുപ്പ്. നൈസ്. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ഫാം ട്രിപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ടാറിംഗ് റോഡിലെത്തിയതാണേലും ഇനി ഡയറക്റ്റായിട്ട് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് വെച്ച സ്ഥലമായി. അവിടെ നമ്മൾ ബൈക്ക് എടുക്കുന്നു, നേരെ കട്ടപ്പന വിടുന്നു. അപ്പോൾ റോഡിൽ കാണാം. മെത്തി സ്ഥലമെത്തി. ഏലപ്പെട്ടി വെസ്റ്റ് ഡിവിഷൻ റോഡ്. ഏതോ
ஓகே தேங்க்யூ வெங்கி. டீ சாப்பிட்லாமா? ஓகே அண்ணா வணக்கம். ചായ കുടിച്ചാലോ? ചായ ചായ ഉണ്ട്, നാരങ്ങളുണ്ട്, സോഡ ഉണ്ട്. ചായ വേണ്ട ആണോ? അവരുടെ വണ്ടി ഇവിടെ ഉണ്ട്. നീ വണ്ടി ഒന്ന് ഇറക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സ്റ്റാർട്ടാക്കാൻ. ഈ വണ്ടി ഒന്ന് അനക്കിയിട്ട് വേണം എടുക്കാൻ. ഇതാണ് നമ്മുടെ പാർക്കിങ്. ഈ ചേട്ടൻ്റെ കടയ്ക്കകത്ത് ഞങ്ങൾ ഇന്നലെ സാധനങ്ങളെല്ലാം കൂടെ കയറ്റി വെച്ചു. അവിടെ ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഉള്ളിലാണ്. എല്ലാം വളരെ സേഫാണ്. ഇതാണ് നമ്മുടെ അണ്ണാ ക്യാമറക്ക് ഒരു ഹായ് കൊടുങ്ങ. ഹായ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലൗഡ് ഫാമിലേക്ക് വല്ല വന്നു കഴിഞ്ഞാൽ ഈ അണ്ണനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി അണ്ണാ, എല്ലാവരും മറക്കാതെ ഇങ്ങിരുന്ന് ഒരു ടീ സാപ്പിട്ട് പോകേ. ഓക്കെ ശരി അമ്മ, വണക്കം. ആ നേരാക്കണം. സൂക്ഷിച്ചു പോയാൽ മതി. ഇവിടുത്തെ ഓട്ടോക്കാർ ഭയങ്കര ഡേഞ്ചറാണ്. പോരാത്തതിന് ഇവിടുത്തെ പിള്ളേർ ബൈക്കേഴ്സ് ഇന്നലെ കണ്ടില്ലേ. ആക്ച്വലി ഇന്നലെ ഞങ്ങളൊരു ആക്സിഡൻറ്റ് കണ്ടു എന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി വെച്ചതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ചെറുക്കൻ പാഞ്ഞു വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടൊരു ലോക്കലിനെ ഇടിച്ചു. രണ്ടുപേരും മറിഞ്ഞു വീണു. ആ ചെറുക്കൻ്റെ കാലിൻ്റെ കണ്ടിടിച്ചു. ലോക്കൽ മറിഞ്ഞ് തലേ നിലത്തടിച്ചു. ഹെൽമെറ്റൊന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം ലോക്കലിന്. അപ്പം അങ്ങനൊന്നും ഓടിച്ചിവിടെ പോകാണ്ടിരിക്കുക. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമ്മുടെ ക്ലൗഡ് ഫാമിൽ നിന്ന് ഇറങ്ങി നമ്മള് പയ്യെ എക്കോ പോയിന്റ് ഒക്കെ എത്താൻ പോകുന്നു. മൂന്നാർ ആ റൂട്ടാണ് നമ്മൾ ഏലപ്പെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരേണ്ടത്. കുണ്ടളി ഡാം, അങ്ങനെ നമ്മൾ കുണ്ടളി ഡാം കൂടി എക്കോ പോയിന്റ് വരെ എത്താൻ പോവുകയാണ്. എത്താറായി തോന്നുന്നു. അപ്പോൾ ക്ലൗഡ് ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു. കാരണം ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി വ്യൂ, നമ്മുടെ ഒരു ആംബിയൻസ്, അതായത് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് എന്താ ഫുള്ളൊരു കോട, നമ്മളുടെ ഒരു ടെൻറ്റ് സ്റ്റേ, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളി. നമ്മൾ ആദ്യത്തെ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് അങ്ങോട്ടുള്ള ട്രെക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ ഏലപ്പെട്ടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും ഒരു 1.5 മണിക്കൂർ നടക്കാനുണ്ടായിരുന്നു. ഒരു 3.5 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നല്ല കയറ്റവും ഇറക്കവും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അടിപൊളി നടത്തുമായിരുന്നു. സോ എനിവേസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര വർത്ത് ഇറ്റ്. എല്ലാ കാര്യങ്ങളും വർത്ത് ഇറ്റ്. ഞങ്ങൾ ക്ലൗഡ് ഫാം ചൂസ് ചെയ്തതും അങ്ങോട്ട് പോകാനുള്ള ഞങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനെ പറ്റി ഞങ്ങൾക്കൊരു ബോധം കിട്ടി. പക്ഷെ വ്യൂവും അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഞാൻ എന്തായാലും ഒരു പ്രോമിസ് ചെയ്യാൻ പറ്റുമോ, എന്നാൽ പുല്ല് പോലെ കയറി വരുന്ന വിധത്തിൽ ഫിറ്റ്നസ് ആക്കിയിട്ട് ക്ലൗഡ് ഫാമിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ട്രക്ക് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും സ്ഥലം പിടിക്കുമോ, അല്ലെങ്കിൽ ഈവൻ ഡിസംബർ തന്നെ ക്ലൗഡ് ഫാമിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ ഞങ്ങളൊരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ബിക്കോസ് ബേസിക്കലി എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് കേട്ടോ. അവർ നമ്മളോട് അത്രയും ഇടപഴകി വൃത്തിയായിട്ട് പെരുമാറി എന്നുള്ള ആൾക്കാർ നമ്മൾ ലൈക്ക് മൈൻഡഡ് പീപ്പിളാണ് അവിടുത്തെ ആൾക്കാർ. ഇവരെല്ലാം ഞാൻ ആദ്യമായിട്ട് ഇവരെ പേരുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇവരാദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ. സോ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് തോന്നുന്ന ആൾക്കാർ ഒക്കെയാണ്. അതൊരു ഭയങ്കര പോസിറ്റീവ് ആട്ടോ ക്ലൗഡ് ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ. ശരിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലൗഡ് ഫാമിന്റെ ആംബിയൻസ് പ്ലസ് അവരുടെ ടോക്സ്, കാരണം നമ്മളൊരു കപ്പിൾസ് ആയിട്ട് ചെന്നു. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, നമ്മൾ കപ്പിൾസ് ആയിട്ട് ചെന്നു, നമ്മൾ രണ്ടുപേരും മാറി ഒരു സ്ഥലത്ത് ഇരുന്നു. എന്നിട്ട് ആ ഒരു മോഡല്ല നമ്മൾ കൈൻഡ് ഓഫ് ഒരു ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റൈഡിങ് ഇഷ്ടപ്പെടുന്ന എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അവരുടെ കഥകൾ, അവർ പോയ സ്ഥലങ്ങൾ, സോ ഒരു സ്റ്റോറി ഷെയറിങ് എല്ലാം സ്റ്റോറീസ് ഉണ്ട്. അതായത് അവിടെ വരുന്ന അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ സ്റ്റോറീസ് ആണ് നമ്മൾ മെയിൻ. സോ ഒരു എന്താ പറയാ, നമ്മളൊരു ക്യാമ്പ് ഫയർ ഇട്ട് അതിന്റെ ചുറ്റും ഇരുന്ന് എല്ലാവരുടെ സ്റ്റോറീസ് കേട്ട് കഥകൾ പറഞ്ഞ് നമ്മുടെ ഷെയർ ചെയ്ത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. സൂപ്പറായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ദ ക്ലൗഡ് ഫാം ടീം. താങ്ക് യു ക്ലൗഡ് ഫാം ടീം, താങ്ക് യു ഗൈസ്. പിന്നെ അതെ, വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, രാവിലത്തെ ട്രെക്കിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് വർത്ത് ഇറ്റ്. അത് അവിടെ വന്ന് ചെന്ന് കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റില്ല. നിങ്ങൾ സൂര്യനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിനെ മിസ്സാക്കരുത്. ആക്ച്വലി അവിടെ ചെന്ന് നിങ്ങൾ മേലെയുള്ള വ്യൂ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ അതും സൂപ്പർ ആയിരുന്നു. അത് കുഞ്ഞ് ട്രക്കായിരുന്നെങ്കിലും നൈസായിരുന്നു, വളരെ നൈസ്. അവിടുത്തെ ഫോട്ടോസൊക്കെ കിടുക്കാൻ. പിന്നെ നമ്മള് സൺറൈസ് ട്രെക്കിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, നേരത്തെ എണീക്കുക, ഏറ്റവും ആദ്യം അവിടെ എത്താം. വേറെ ക്യാമ്പ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി വലത്ത് കണ്ടു വേറെ ക്യാമ്പ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട്. അപ്പൊ ഒത്തിരി പേര് വരും. ഞങ്ങൾ ചെന്നപ്പോ തന്നെ കുറച്ച് ആളുകൾ അവിടെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ചെന്നപ്പോ ഇല്ലായിരുന്നു.
അല്ല ചെന്നപ്പോഴല്ല, ചെന്ന് കഴിഞ്ഞിട്ടേ. നമ്മൾ Yes, ചെന്ന് yes, yes. നമ്മളൊരു 20-25 മിനിറ്റ്സ് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് സ്പെൻഡ് ചെയ്തു. ഉണ്ടായിരുന്നുള്ളൊരു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഒരു 10-20 പേരോളം വന്നു ആ ഒരു പോയിന്റിലോട്ട്. സോ ഏറ്റവും നേരത്തെ പോയ ഏറ്റവും ബെസ്റ്റ് വ്യൂസ് യുവറോൺ നിങ്ങൾക്ക് അടിച്ചു കാണാം. വൈബ് സ്പോട്ട്. പിന്നെ വേറൊരു കാര്യം നമ്മുടെ അടുത്ത് വെങ്കടേഷ് പറഞ്ഞതാണ്, ഡിസംബർ ആണ് അവിടുത്തെ ശരിക്കും ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ആ ഡിസംബർ ഒക്കെ ഇപ്പോഴേ ബുക്ക് ചെയ്ത്, അതായത് ഇപ്പോഴല്ല ഇത്തിരി കൂടി മുന്നേ ബുക്ക് ചെയ്യണമായിരിക്കും തോന്നുന്നു. ഇപ്പൊ തന്നെ ബുക്കിംഗ് ആയിണ്ടാവുന്ന അവര് പറയുന്നത്. കാരണം ആ ഒരു സ്പോട്ടില് ഇപ്പൊ നമുക്ക് മലകള് കാര്യങ്ങളൊക്കെ കാണാം. അതായത് താഴത്തേക്ക് വലിയ കോടയില്ലായിരുന്നു. അതേസമയം ഡിസംബറിൽ വെങ്കടേഷ് കാണിച്ചു തന്ന ഫോട്ടോസ് വെച്ചിട്ട് ഫുൾ കോടയാണ്. അതായത് ഫുൾ കോട നമ്മുടെ അടിയില്. ആ ഒരു അടിപൊളി വ്യൂ ആണ് അത്. അപ്പൊ അത് ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ ഫുൾ ബുക്കിംഗ് ആവാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അതെ, ഡിസംബറിലൊപ്പം വരാൻ ശ്രമിക്കാം. അപ്പോൾ ശരി, ക്ലൗഡ് ഫാം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ടിൻസോ ആൻഡ് അഗിത സൈനിങ് ഓഫ്. അപ്പോൾ റോട്ടിൽ കാണാം സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ പരിപാടികളെല്ലാം ചെയ്യുക. ബിക്കോസ് നമ്മൾ ലെയ്ഷർലി വ്ളോഗേഴ്സാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് കുറേയെങ്കിലും കപ്പിൾസിന് മോട്ടിവേഷൻ കൊടുക്കാവുന്നൊരു ചെറിയൊരു ദുരുദ്ദേശം കൂടെ ഈ ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കപ്പിൾ വ്ളോഗിന് പിന്നിലുള്ളെന്ന സത്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാം. നല്ല ദുരുദ്ദേശമുണ്ട്. അതായത് കുറേ കപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ? കുറേ കപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യണം. നമുക്ക് കുറേ കപ്പിൾസ് ഇങ്ങനെ പോരട്ടെ, എല്ലാവരും പോരട്ടെ പുറത്തേക്ക്, എല്ലാവരും ചാടി ഇറങ്ങട്ടെ. സമൂഹത്തിൻ്റെ ബാക്കിയുള്ള കെട്ടുപാടുകൾ, ചുറ്റുപാടുകളെല്ലാം തകർത്ത് കൂട്ടുകെട്ടുകളെല്ലാം തകർത്തടിച്ച്. ഓക്കെ, റോട്ടിൽ കാണാം. സുലാൻ, നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ ഉണ്ടാക്കിയതാ. ഓക്കെ ഗൈസ്, അപ്പൊ ബൈ. അപ്പൊ ടിൻസോ ബ്രോന്റെ കൂടെ നമുക്ക് റോട്ടിൽ കാണാം. ഓക്കെ, പക്ഷെ ഞങ്ങളുടെ ജേർണി ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് ഇടാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ്.